അതിനിടയിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ പോലും ഈ ഭാഗത്തേക്ക് വരില്ല. അതാണ് നിന്റെ തീരുമാനമെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ത് തീരുമാനം? കരുണാകരൻ സാർ പറ, എന്ത് തീരുമാനം? എന്നെ ഈ ഗാർമെന്റ്സിൽ നിന്ന് പറഞ്ഞു വിടുമെന്നല്ലേ? ഇത് എപ്പോഴും സാറ് പറയുന്നതല്ലേ? ചെയ്ത് കാണിക്കാൻ. കല്യാണം നടക്കുമ്പോ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് ഞാൻ ഉണ്ടാവുമെന്ന് ഞാൻ രേവതിക്ക് വാക്ക് നൽകിയതാ. ആ വാക്ക് തെറ്റിക്കാൻ എനിക്ക് കഴിയില്ല. ജോലിന്ന് പറഞ്ഞു വിട്ടാലും തൂക്കിക്കൊന്നാലും ശരി, ഞാൻ കല്യാണത്തിന് പോയിരിക്കും. പ്രിയ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും പോയിരിക്കും. സാർ എന്തുകൊണ്ടാ സൺഡേ ഡ്യൂട്ടി വെച്ചെന്ന് ഞങ്ങൾക്കറിയാം. രേവതി കാരണമല്ലേ സാറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ രഘു ഈ കമ്പനിയിൽ നിന്ന് പുറത്തായത്. രേവതിയോട് സാറിന് അത്രയ്ക്ക് പകയുണ്ട്. നിന്നോടൊന്നും കെഞ്ചേണ്ട കാര്യം ഈ കരുണാകരനില്ല. നാളെ ഇവിടെ ജോലി നടക്കണം. ഒരാള് പോലും ഒഴിഞ്ഞു നിൽക്കാൻ പാടില്ല. എല്ലാവരും ജോലി ചെയ്യണം. ഇതെന്റെ റിക്വസ്റ്റ് ഒന്നുമല്ല, എന്റെ ഓർഡറാ. ഈ ഗാർമെന്റ്സിന്റെ പ്രൊഡക്ഷൻ ചീഫ് എന്ന നിലയ്ക്ക് എന്റെ ഓർഡറാ. കരുണാകരൻ സാർ, പ്രൊഡക്ഷൻ ചീഫ് എന്ത് ഓർഡർ ഇട്ടാലും മറ്റുള്ളവർ അത് അനുസരിച്ചു കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവധി ദിവസങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ജോലിക്ക് വരാം, താല്പര്യമില്ലാത്തവർക്ക് ജോലിക്ക് വരാതെയിരിക്കാം. അത് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരും തന്നെയാണ്. വിരട്ടി ജോലി ചെയ്യിപ്പിക്കാൻ ഇത് വെള്ളരിക്കപ്പെട്ടണമൊന്നുമല്ല. അപ്പോ അരവിന്ദ് സാറ് കൊണ്ടുവന്ന പുതിയ ഓർഡർ കൃത്യസമയത്ത് കയറ്റി അയക്കേണ്ടെന്നാണോ പുതിയ സൂപ്പർവൈസർ പറഞ്ഞു വന്നത്? ഓർഡർ എടുക്കുന്നതിന് മുമ്പ് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് അതെങ്ങനെ ഫിനിഷ് ചെയ്യുമെന്ന് അരവിന്ദ് സാറ് ആലോചിക്കണമായിരുന്നു.